വെൽക്കം ടു ദ ബ്ലാക്ക്ബോർഡ് ടീച്ചർ. നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഇൻഡെപ്ത് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഏതൊരു കോമ്പറ്റീവ് എക്സാം എടുത്താലും അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് എക്സാംസ് കാണാൻ സാധിക്കും. ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീവ് എക്സാംസ് ഉണ്ട്, അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീവ് എക്സാംസും ഇതിലുണ്ട്. എക്സാം ഇതിലേതായാലും അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. UPSC, SSC, ഈവൻ കേരള PSC പോലും മുൻപ് ചോദിച്ചതിനേക്കാൾ ഒത്തിരിയേറെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത്. നമ്മളിൽ പലരും നോൺ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവാം. എങ്കിലും നമ്മളൊരു കോമ്പറ്റീവ് എക്സാം ഫേസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കൂടിയേ തീരൂ. നിങ്ങളിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഒറ്റ പോർഷൻ ഓർത്ത് SSC, CGL പോലൊരു എക്സാം സ്കിപ്പ് ചെയ്യുന്ന എത്രയോ പേരുണ്ടാവാം. സോ ഈ ചാനലിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ A to Z പോർഷൻസ്, അതിൻ്റെ കൺസെപ്റ്റ്സ് ഇൻഡെപ്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെ ഷോർട്ട് കട്ടായിട്ടും വളരെ കുറഞ്ഞ ടൈമിലും എങ്ങനെ സോൾവ് ചെയ്യാമെന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഒരു നോൺ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്കും ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും ഈ കോഴ്സിലൂടെ സാധിക്കുന്നതാണ്. നമ്മുടെ ഡിസ്കഷൻസ് കൂടുതൽ ആക്റ്റീവ് ആക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈച്ച് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് അത് PDF ആയിട്ട് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് റിവൈസ് ചെയ്യാനും തുടർന്ന് അതിലുണ്ടാകുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കുവാനും ഗ്രൂപ്പ് നന്നായി യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടാതെയോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്ത മെത്തേഡ് ലെന്തിയായി നിങ്ങൾക്ക് തോന്നി അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യണമെന്ന കൺസേൺ ആണെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യുവാനും ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടായിരിക്കും. ഈ ചാപ്റ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ ഡെപ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദർ വിൽ ബി എ പ്ലേലിസ്റ്റ് ഫോർ ഈച്ച് ചാപ്റ്റർ സോ ദാറ്റ് യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദാറ്റ്. ഓരോ ചാപ്റ്ററിലും നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വരെ സോൾവ് ചെയ്യുന്നതായിരിക്കും. ചില ചാപ്റ്റേഴ്സിൽ തിയറി ആയിട്ട് കുറച്ച് പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ടി വരും, എസ്പെഷ്യലി അഡ്വാൻസ്ഡ് മാത്സിൽ. മാക്സിമം ഇക്വേഷൻസ് ഒഴിവാക്കിയാണ് നമ്മൾ അരിത്തമെറ്റിക് സെക്ഷൻ സോൾവ് ചെയ്യുക. ഈവൻ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സോൾവ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഇക്വേഷൻ ആവശ്യമായിട്ട് വരില്ല. കൺവെൻഷണൽ മാത്സിൻ്റെ മെത്തേഡ്സ് ആയിരിക്കില്ല നമ്മൾ നോർമലി ഇതിൽ യൂസ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ SSC പോലൊരു എക്സാം എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം 1 മിനിറ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൺവെൻഷനലി അത് സോൾവ് ചെയ്യാനിരുന്നാൽ മേ ബി യു വിൽ ഗെറ്റ് ദ ആൻസർ ബട്ട് യു വിൽ നോട്ട് ക്ലിയർ ദ എക്സാം. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇനി ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വളരെ വേഗത്തിൽ സോൾവ് ചെയ്യാനായിട്ട് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ട ചില പ്രീ റിക്വയർമെൻറ്റ്സ് എന്നത് 20x20 മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ, 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് എന്നത് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിൽ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തുകൂടെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 17 × 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ അപ്പോൾ തന്നെ 102 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കാം. നിങ്ങളിത് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഈ 17നെ നിങ്ങൾ 10 + 7 എന്ന് സ്പ്ലിറ്റ് ചെയ്തു, അതിനെ 6 കൊണ്ട് കൂട്ടി, 6 × 10 60 പ്ലസ് 7 × 6 42, ഇത് മനസ്സിൽ കൂട്ടി നിങ്ങൾ 102 എന്ന് വേഗത്തിൽ പറയും. 14 × 8 = 112, ഇങ്ങനെ 10 × 8 80, 32 കൂട്ടി 112 എന്ന് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു എക്സാം ഫേസ് ചെയ്യുമ്പോൾ സാധിക്കുന്നതല്ല. നമുക്ക് എങ്ങനെയെന്നൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രാക്ഷൻ വന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് 133/152. ഈ ഒരു ഫ്രാക്ഷൻ വന്നാൽ നിങ്ങളിത് എങ്ങനെ സോൾവ് ചെയ്യും? മേളിൽ ഓഡ് നമ്പറാണ്, താഴെ ഈവൻ നമ്പറാണ്. പെട്ടെന്ന് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വളരെ പാടുണ്ടാവും. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം. 19 × 7 ആണ് 133.
19 ഇൻറ്റു 8 152. നിങ്ങളിത് വളരെ എളുപ്പത്തിൽ 7/8 എന്ന് സോൾവ് ചെയ്തു. ഇനി ഇത് തന്നെ ഒരു പേഴ്സൻറ്റേജിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ 7/8 എന്ന് പറയുന്നത് 87.5% ആണെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ 7/8 എങ്ങനെയാണ് 87.5 വന്നു എന്നുള്ളത് ഓർത്തിപ്പോൾ കൺസേൺ ആവണ്ട. നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ ചാപ്റ്ററിൽ അത് ഇൻ ഡെപ്ത് വളരെ ഈസി ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. SSC പോലൊരു എക്സാമിനാണെങ്കിൽ നമുക്ക് ഈച്ച് സെക്കൻഡിന് അതിൻ്റേതായ വിലയുണ്ട്. നമ്മളത് വെട്ടി സിംപ്ലിഫൈ ചെയ്ത് വരുന്ന സമയം നമുക്ക് അത്രയും നഷ്ടമായിരിക്കും. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്യൂബ് അപ് ടു 30 നമ്പേഴ്സ് മസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ പഠിച്ചിരിക്കണം. അതുപോലെ ക്യൂബ് അപ് ടു 20 നമ്പേഴ്സ്. ഇനി സ്ക്വയർ അപ് ടു 30 നമ്പേഴ്സും ക്യൂബ് അപ് ടു 20 നമ്പേഴ്സും പഠിച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും ക്യൂബും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സും നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ മാത്സിലെ ഒരുപാട് സിമ്പിൾ മെത്തേഡ്സും ഈ കോഴ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ മെത്തേഡ്സ് എൻ്റയർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അത്തരം മെത്തേഡ്സും നമ്മൾ ഇൻ ഡെപ്ത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. വൺസ് അഗെയിൻ വെൽക്കം ടു ദ ബ്ലാക്ക്ബോർഡ് ടീച്ചർ. താങ്ക് യു.